അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് പഠനം. റബ്ബിൽ ഏറ്റവും വിലയുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇമാം തിർമുദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ഷൈഉൻ അക്രം അലല്ലാഹ് മിനദ് ദുആ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായിട്ട് ദുആയോളം മറ്റൊന്നും ഇല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയെ സംബന്ധിച്ച് പറഞ്ഞ വളരെ മനോഹരമായ ഒരു വചനമാണ് ഇത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായത്, ഏറ്റവും വിലയേറിയത്, അള്ളാഹു ഏറ്റവും മൂല്യം കൽപ്പിക്കുന്നത് ദുആയെയാണ് എന്നാണ് ഈ ചെറിയ ഹദീസ് പഠിപ്പിക്കുന്നത്. അള്ളാഹു മഹത്തരമായി പഠിപ്പിച്ച, അള്ളാഹു മൂല്യവത്തായി പഠിപ്പിച്ച, അള്ളാഹു വിലയേറിയതായി പഠിപ്പിച്ച ഒട്ടും ചെലവില്ലാത്ത വലിയ ഇബാദത്താണ് ദുആ എന്ന നിലക്ക് നിരന്തരമായി അള്ളാഹുവോട് ഓരോ വിശ്വാസിയും ദുആ ചെയ്യണം. ദുആ എന്നത് അള്ളാഹുവിനെയാണ് ആശ്രയിക്കേണ്ടത്. ഞാൻ വെറും ആശ്രിതനാണ്. എന്തിലും ഏതിലും എനിക്ക് അള്ളാഹുവിൻ്റെ തണലും തുണയും തണിയും വേണം എന്ന കൃത്യമായ പ്രഖ്യാപനമാണ്. താൻ സ്വമതായ റബ്ബിനോട്, എല്ലാറ്റിലും ആശ്രയമാകുന്ന റബ്ബിനോട് എല്ലാം ചോദിക്കേണ്ടതുണ്ട്, യാചിക്കേണ്ടതുണ്ട് എന്ന എളിമയുടെ താഴ്മയുടെ മനസ്സിൽ നിന്നാണ് ദുആ ഉണ്ടാകുന്നത്. അള്ളാഹുവാണ് സർവശക്തനെന്നും എനിക്കൊരു കരുത്തുമില്ല, ശക്തിയുമില്ല, എൻ്റെ ഏത് കാര്യങ്ങളും നടക്കണമെങ്കിൽ അള്ളാഹു തന്നെ വിചാരിക്കണമെന്നും അവൻ തന്നെ തീരുമാനിക്കണമെന്നുമുള്ള അവൻ്റെ ശക്തിയിലും കഴിവിലുമുള്ള ഉയർന്ന വിശ്വാസത്തിൽ നിന്നാണ് ദുആ ഉണ്ടാകുന്നത്. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവെ ഏകനായ റബ്ബായി, സർവശക്തനായി, എല്ലാറ്റിനും കഴിവുള്ളവനായി അംഗീകരിക്കുന്നിടത്തു നിന്നും ദുആ വരുന്നു എന്നതിനാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വിലയുള്ളതായി മഹത്തരമായി ദുആ മാറി. അത് വെറുതെ സമയം ചെലവഴിക്കലോ എന്തെങ്കിലും അള്ളാഹുവോട് ആയാൽ ആവട്ടെ എന്ന രൂപത്തിൽ ചോദിക്കലോ അല്ല. കൃത്യമായി ഇത് നടക്കും, ചോദിച്ചാൽ റബ്ബ് തരും എന്ന ബോധ്യത്തോടു കൂടി തൻ്റെ ആശ്രിതത്വം കൃത്യമായി ബോധ്യപ്പെട്ട് തൻ്റെ ശക്തിക്കുറവ്, കഴിവുകേട്, ബലഹീനത കൃത്യമായി അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ ശക്തിയെയും ബലത്തെയും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് അവനോട് ചോദിക്കുന്നിടത്താണ് ഒരു ദുആ ഏറ്റവും മഹത്തരമായി മാറുന്നത്. ആ മനസ്സോടുകൂടി, പൂർണ്ണമായി റബ്ബിനെ സമർപ്പിക്കുന്ന മനസ്സോടുകൂടി, അവൻ്റെ എല്ലാ കഴിവിനെയും അംഗീകരിക്കുന്ന മനസ്സോടുകൂടി, തൻ്റെ എല്ലാ കഴിവുകേടിനെയും സമ്മതിക്കുന്ന മനസ്സോടുകൂടി റബ്ബിനോട് ദുആ ചെയ്ത് ഈ മഹത്തരമായ ഇബാദത്ത് വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.